നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്ന് അർജുൻ ആയങ്കി അവകാശപ്പെടുമ്പോഴും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം അർജുൻ ആയങ്കിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എം പി ജയരാജൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, ഇ.പി. ജയരാജൻ അടക്കമുള്ളവരൊക്കെ അർജുൻ ആയങ്കിക്കെതിരെ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം വീണ്ടും ഇ.പി. ജയരാജൻ അർജുൻ ആയങ്കിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അർജുൻ ആയങ്കി CPM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് മാധ്യമങ്ങൾ അസാധാരണ സംഭവമാക്കി മാറ്റുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ അയാളെ പിന്തുണയ്ക്കുന്നവർ CPM-കാരാകാൻ ഇടയില്ല എന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കർഷക തൊഴിലാളികൾ സംഘടിപ്പിച്ച ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു അർജുൻ ആയങ്കിയെക്കുറിച്ചുള്ള ഈ പ്രതികരണം ഇ.പി. ജയരാജൻ നടത്തിയത്. TG മോഹൻദാസിന്റെ അറസ്റ്റിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. TG മോഹൻദാസിന്റെ അറസ്റ്റ് സർക്കാർ മറ്റു വഴികളില്ലാതെ ചെയ്തതാണെന്നും അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നേനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഇ.പി. ജയരാജൻ എന്താണ് അവൻ്റെ പേര്, അതായത് അർജുൻ ആയങ്കിയുടെ പേര് എന്താണ് എന്ന് ചോദിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായി. അർജുൻ ആയങ്കി സോഷ്യൽ മീഡിയയിൽ വരുന്നതിനും വലിയ തോതിൽ ലൈക്കുകൾ നേടുന്നതിനും പിന്നിൽ കൃത്യമായ പദ്ധതിയും ശൃംഖലകളുടെ ഏകോപനവും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇ.പി. ജയരാജൻ ആരോപിച്ചു. ലക്ഷങ്ങളുടെ കണക്കുകളൊക്കെയാണ് ഇവർ പറയുന്നത്. അതെല്ലാം തികച്ചും തെറ്റായ വിവരങ്ങളാണ്. CPM-നെ കൃത്യമായി അറിയുന്നവരാണ് മലയാളി സമൂഹം. സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ആയങ്കിയെ പിന്തുണയ്ക്കുന്നവരെ CPM പ്രവർത്തകരായി കണക്കാക്കാനാകില്ല. കേരള പോലീസ് പവർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എം. ജയരാജൻ അർജുൻ ആയങ്കിയെ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചിരുന്നു. അർജുൻ ഒളിവിലായിരുന്നപ്പോഴായിരുന്നു എം. ജയരാജൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. പിന്നാലെ മറുപടി എം. ജയരാജൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അർജുൻ ആയങ്കിയെ തൂഫാൻ പോലെ തൂക്കണമെന്നായിരുന്നു എം. ജയരാജൻ പറഞ്ഞത്. തൂക്കിക്കൊല്ലുകയല്ല, പിടിക്കുകയാണ് വേണ്ടത്. ആയങ്കിയെ പിടിക്കാനുള്ള കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. എവിടെയാണോ അവിടെ പോയി പിടിക്കണം. പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ച് നടക്കുന്നത് ആശ്ചര്യകരമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ പിന്തുണ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിന് പാർട്ടിക്ക് ആവശ്യമില്ല. കൊട്ടേഷൻ സംഘത്തെ കൊട്ടേഷൻ സംഘമായി തന്നെ കാണണം. വിഷയത്തിൽ മനു തോമസിന്റെ ആരോപണങ്ങൾ വസ്തുതയില്ലാത്തതാണ്. വളർന്നു വന്ന പാർട്ടി എന്ന് ആയങ്കി പറഞ്ഞത് കൊട്ടേഷൻ പാർട്ടിയെക്കുറിച്ചാകുമെന്നും അത് CPM ആകാനുള്ള സാധ്യതയില്ല എന്നും എം. ജയരാജൻ പറഞ്ഞു. അയാളെ തേച്ചൊട്ടിച്ച പാർട്ടിയെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടയില്ല. എന്തായാലും ഇത്തരത്തിൽ വളരെ കർക്കശമായൊരു നിലപാടായിരുന്നു എം. ജയരാജൻ അർജുൻ ആയങ്കി വിഷയത്തിൽ സ്വീകരിച്ചത്. പിന്നാലെ മറുപടി പോസ്റ്റുമായി ഒളിവിലിരുന്ന് അർജുൻ ആയങ്കി രംഗത്ത് വന്നിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുൻ ആയങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്ന പോലെ വെടിവെച്ച് കൊന്നാൽ സന്തോഷമേ ഉള്ളൂ. അത് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ എം. ജയരാജൻ സഖാവിനോടാണ് തനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളി പറയുന്നതിന് മുൻപ് താൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിന് കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളെല്ലാം പേന ഉന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് താൻ കള്ളക്കേസിൽ ജയിലിലടയ്ക്കപ്പെട്ടത്. മയിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനൽ പോലീസിന്റെ അടികിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിന്റെ 1% പോലും താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുതെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ മറുപടി. പിന്നാലെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആളുടെ പേര് പോലും പറയാൻ അദ്ദേഹം മറന്നു. എന്നുവെച്ചാൽ പേരെന്താണ് എന്നൊരു ചോദ്യവും കൂടി അദ്ദേഹം എടുത്തു ചോദിക്കേണ്ടായി മാധ്യമങ്ങളോട്. അത്തരത്തിലുള്ളവർ പാർട്ടിയിൽ ആവശ്യമില്ല, പാർട്ടി പ്രവർത്തകരല്ല എന്നാണ് ഇ.പി. ജയരാജന്റെ നിലപാട്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ. കഴിഞ്ഞ ദിവസം പോലീസ് വീട് പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, ജാമ്യം റദ്ദാക്കാനുള്ള നീക്കമുണ്ട്. വിശദമായ ആ റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും നേരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്തിയതിന് അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു. ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി സൈബർ പോലീസാണ് അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അതേസമയം അർജുൻ ആയങ്കിയുടെ പേരിൽ എറണാകുളത്തുള്ള 3 കേസുകൾ, അതിലൊന്നിൽ അർജുന് ജാമ്യം കിട്ടിയിരുന്നു. ആ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷ നൽകുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി K. സുദർശൻ വ്യക്തമാക്കി. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് അർജുൻ നായികയുടെ അഭിഭാഷകൻ MK ഹസൻ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതായത് അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ പിന്നെ എന്തുകൊണ്ട് ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് അത് വക്കീലിന്റെ കഴിവ് കൊണ്ടാണ്. ഒരു കേസിൽ ജാമ്യം കിട്ടി, ഇപ്പോൾ നിലവിൽ അന്ന് അറസ്റ്റ് ചെയ്ത കേസിൽ ജാമ്യം എടുത്താൽ അടുത്ത കേസിൽ അറസ്റ്റിലാകും. അപ്പോൾ എല്ലാ കേസിലും ഒന്നിച്ച് ജാമ്യം കിട്ടി അർജുൻ പുറത്തിറങ്ങുന്നതല്ലേ നല്ലത്. ഒരു 10-20 ദിവസത്തിനുള്ളിൽ അർജുനായെങ്കിൽ പുറത്തേക്ക് വരും എന്നാണ് വക്കീൽ പറഞ്ഞത്. പക്ഷേ പോലീസ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം നടക്കുകയാണ്. വക്കീലിന് പിഴച്ചോ എന്നൊരു ചോദ്യമൊക്കെ നിലവിൽ ഉയരുകയാണ്. എന്തായാലും ജാമ്യം കിട്ടാൻ തിടുക്കമില്ല. പോലീസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്തായാലും ജാമ്യത്തിനായുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിനിടയിൽ സുപ്രീം കോടതിയിൽ സമീപിക്കാൻ ഇരിക്കുകയായിരുന്നു ഈ CA ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ. അതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്ന ആ ഒരു നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ജാമ്യാപേക്ഷ ഇവർ നൽകിയിരുന്നില്ല. അർജുനായെങ്കിൽ നിയമവ്യവസ്ഥയെ നിസാരവൽക്കരിച്ച് കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് സൈബർ പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂത്തുപറമ്പ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് B യദുകൃഷ്ണയുടെ മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ മജിസ്ട്രേറ്റ് അവധിയിലായതിനാലാണ് അർജുനായെങ്കിൽ കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയത്. തലശ്ശേരിയിലെ അഭിഭാഷകൻ KM ഹസൻ ഹാജരായിരുന്നെങ്കിലും ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. എല്ലാ കേസിലും ഒരുമിച്ച് ജാമ്യം എടുത്ത് പുറത്തിറക്കാനുള്ള നടപടിയിലാണ് തങ്ങളെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. തലശ്ശേരി സബ് ജയിലിലാണ് നിലവിൽ അർജുൻ ആയങ്കി. അതേസമയം വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന 1 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് അർജുൻ ആയങ്കിയുടെ വീട്ടിൽ. അർജുന്റെ അമ്മയുടെയും സഹോദരൻ അജയ് ആയങ്കിയുടെയും മൊഴി പോലീസ് എടുത്തിരുന്നു. അർജുന് കേസ് നടത്താൻ പണം സ്വരൂപിക്കാനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതിന് ശനിയാഴ്ച അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ക്രിമിനൽ കേസിൽ ഒളിവിലിരിക്കെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വെല്ലുവിളികളും അധിക്ഷേപവും നടത്തിയതിന് അർജുൻ ആയങ്കിയുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. അർജുൻ ആയങ്കിക്കായി പോലീസ് പത്തനംതിട്ടയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തിയ സംഭവം വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ട സംഭവമാണ്. ഇതിൽ പ്രതിഷേധം CPM ജില്ലാ നേതൃത്വം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയും കാട്ടാമലയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിനെതിരെയാണ് CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച്. കോൺഗ്രസ് നേതൃത്വമാണ് പോലീസിന് തെറ്റായ വിവരം നൽകിയതെന്ന് CPM ജില്ലാ നേതൃത്വം ആരോപിച്ചു. തെറ്റായ വിവരം പോലീസിന് നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും മനുഷ്യാവകാശം ലംഘിച്ച് പരിശോധന നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം. ഇതിനിടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ടും കോടതി പരിഗണിക്കും. ഊന്നുകൽ CIമാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു അർജുൻ ആയങ്കി കോതമംഗലം SHO പ്രശാന്തിനെതിരെ ഭീഷണി മുഴക്കിയത്. Facebook പോസ്റ്റിലൂടെയായിരുന്നു ഭീഷണി.